ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കലത്തപ്പമാണ് കേട്ടോ. മലബാറുകാരുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ കലത്തപ്പമാണ്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതായത് വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് കുറഞ്ഞൊരു 3-4 മണിക്കൂർ നമുക്ക് കുതിർത്തെടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കാം. അരി മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി മൂടി വെച്ചിട്ട് കുറഞ്ഞൊരു 4 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും അരി നന്നായിട്ട് കുതിർന്ന് കിട്ടും. 4 മണിക്കൂറിന് ശേഷം ഇവിടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് അരയ്ക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കുക്കഡ് റൈസാണ്. 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല, ഇതിൻ്റെ കാമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് അരയാൻ പാകത്തുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ജീരകം ചേർക്കുന്നത് അധികം ആകണ്ട കേട്ടോ. അധികമായാൽ ജീരകത്തിൻ്റെ ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇത് നമുക്കൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. സാധാരണ നമ്മൾ വീട്ടിൽ അപ്പത്തിനൊക്കെ അരച്ചെടുക്കില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരല്പം ലൂസായാലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പാത്രം എടുക്കുമ്പോൾ ഒരല്പം വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിലേക്ക് ഇനി നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചൊഴിക്കാനുള്ളതാണ്. കണ്ടില്ലേ, ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് അരച്ചെടുത്തിരിക്കുന്നത്. നല്ല ലൂസായിട്ട് തന്നെയാണ്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് ശർക്കരയാണ്. ഞാൻ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് അരിക്കാണ് 1 കപ്പ് ശർക്കര. ഇവിടെ ഞാൻ വെള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ കലത്തപ്പത്തിന് നല്ല കളർ കിട്ടും. അടുത്തതായിട്ട് 1/4 കപ്പ് തേങ്ങ നുറുക്കിയത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചുവന്നുള്ളിയാണ്. ചെറിയ ഉള്ളി, അത് 8 എണ്ണം സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് കുറുകി വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ചില ശർക്കരയിൽ നല്ല പൊടി കാണും, അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ ശർക്കരപ്പാനി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അടുപ്പിൽ നിന്ന് വാങ്ങിയ ഉടനെ തന്നെ ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ശർക്കരപ്പാനിയുടെ ചൂട് കൊണ്ടിട്ട് മാവ് അവിടെ ഇവിടെയൊക്കെ വെന്ത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരപ്പാനി നല്ല ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം, എങ്കിലേ നല്ല ആരെടുത്ത കലത്തപ്പം കിട്ടുകയുള്ളൂ. അങ്ങനെ ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആ സ്പൂൺ മാറ്റിയിട്ട് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴും ബേക്കിംഗ് സോഡ മാവിൽ നന്നായിട്ട് യോജിച്ച് കിട്ടും. ഇനി നമുക്ക് കലത്തപ്പം കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ഉരുക്കി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് മാത്രം വേണമെങ്കിൽ നമുക്ക് ഈ കലത്തപ്പം തയ്യാറാക്കാം. നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ആദ്യം നമുക്കിതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ചെറിയ ഉള്ളിയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ ഈ കലത്തപ്പത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഉള്ളിയൊക്കെ ഒരുപാട് മൂത്ത് ബ്രൗൺ കളറാകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇവിടെ തേങ്ങാക്കൊത്ത് ഉള്ളിയൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവസാനം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഉള്ളി റോസ്റ്റ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഉള്ളി ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ കലത്തപ്പത്തിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഫ്ലെയിം നല്ല കൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാവുണ്ടല്ലോ, അതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നല്ല കൂട്ടിയിടണം കേട്ടോ. അങ്ങനെ മാവ് മുഴുവനായിട്ട് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. മാവ് മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം നമുക്ക് കുറച്ച് കൊടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച റോസ്റ്റ് ചെയ്ത ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ ഈ കുക്കറിനകത്ത് കിടന്ന തേങ്ങാക്കൊത്ത് ഉള്ളിയൊക്കെ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോകും കേട്ടോ.
ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. കുക്കർ അടയ്ക്കുന്ന സമയത്ത് അതിലെ വിസിലെടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി കുക്കർ അടച്ചിട്ട് ഞാനിവിടെ 10-12 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകാൻ കണ്ടില്ലേ, മുകളിലേക്ക് സ്റ്റീമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കുക്കർ തുറന്നിട്ട് ഇത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കലത്തപ്പം കാണാൻ നല്ല ചന്തമുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ടൂത്ത് പിക്കോ അതുപോലുള്ള എന്തെങ്കിലും ഒന്ന് ഇറക്കിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കയ്യിലൊട്ടും തന്നെ പറ്റിപ്പിടിക്കുന്നില്ല. നമ്മുടെ കലത്തപ്പം നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ അടച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപക്ഷെ ഉൾഭാഗമൊക്കെ അവിടെ ഇവിടെയൊക്കെ വേകാനുണ്ടെങ്കിൽ ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ നല്ല പാകത്തിന് കുക്കായി കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ 5 മിനിറ്റ് കൂടി മൂടി വെക്കുന്നത്. 5 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറന്നിട്ട് കണ്ടില്ലേ, നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ആ കുക്കറിൽ നിന്നും വിട്ടു വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നല്ല തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം കലത്തപ്പം നമുക്ക് കുക്കറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ കലത്തപ്പം കുക്കറിൽ നിന്നും വിട്ടു വരുന്ന പരുവത്തിലായിട്ടുണ്ട്. എങ്കിലും ഒരു സ്പാച്ചുല കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഓടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഈ കുക്കറിന് മുകളിലേക്ക് ഒരു പാത്രം കമത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഈ കലത്തപ്പം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ പാത്രത്തിലേക്ക് നമ്മൾ കലത്തപ്പം മാറ്റിയിട്ടുണ്ട്. നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അരികുഭാഗമൊക്കെ കണ്ടില്ലേ, ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കലത്തപ്പത്തിൻ്റെ മുകൾ ഭാഗം പിടിച്ചിൽ വരികയോ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് 10-12 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടും. നമ്മൾ സാധാരണ അല്ലാതെ പാനിലും അല്ലാണ്ടൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ്. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ആരെടുത്ത കലത്തപ്പമാണ്. ഇനി ഇത് കൈകൊണ്ടൊന്ന് വിടർത്തി എടുക്കുമ്പോൾ മനസ്സിലാകും ഇത് എത്രത്തോളം ആരെടുത്ത കലത്തപ്പമാണെന്ന്. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നന്നായിട്ട് ആരെടുത്ത് തന്നെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കലത്തപ്പം കിട്ടിയിട്ടുണ്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. മലബാർ സ്പെഷ്യൽ ഈ കലത്തപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നതും കഴിക്കുന്നതും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.